നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് പ്രത്യേകിച്ചും നടൻ ദിലീപിന് നാളെ നിർണായക ദിവസമാണ്. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം നാളെ കേസിൽ വിധി പറയുകയാണ്. കോടതി വളരെ കൃത്യമായ തരത്തിലുള്ള വാദങ്ങൾ കേട്ടു. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ കേരളം കാത്തിരുന്ന ആ കേസിലെ വിധി നാളെ വരികയാണ്. ഇതിലടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചുവെന്ന് കോടതിയിൽ അറിയിച്ച അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ആസൂത്രണ ശ്രമം നടത്തിയെന്നും വാദം. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. കേസിൽ ദിലീപ് അടക്കം 10 പ്രതികൾ. പത്താം നാളിലും രാഹുൽ മാങ്കൂട്ടത്തിലൊളിവിൽ തെരച്ചിൽ ശക്തമാക്കി പോലീസ്. 2ാം കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ, പ്രതീക്ഷയിൽ മുന്നണികൾ. മറ്റന്നാൾ വിധി എഴുതുക 7 ജില്ലകൾ. കേരളത്തിലെ MP-മാരുടെ പ്രവർത്തനത്തിൽ KC വേണുഗോപാലിനോട് സംവാദത്തിൽ തയ്യാറെന്ന് മുഖ്യമന്ത്രി. മറുപടി KCയുടെ വെല്ലുവിളിയിൽ. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ MP-മാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? കടക്ക് പുറത്തു പ്രയോഗത്തിലും മറുപടിയുമായി പിണറായി. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ. വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. സന്നിധാനത്തെ സ്വർണ്ണക്കടത്തിൽ 500 കോടിയുടെ കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. പുരാവസ്തു കടത്ത് നടത്തിയത് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘമെന്നും SITക്ക് കത്ത്. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT. സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുന്നു. ഗോവയിൽ നിശാ ക്ലബിലെ തീപിടുത്തത്തിൽ 25 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്ക്. ഉടമയ്ക്കും മാനേജർക്കുമെതിരെ കേസ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. കൊല്ലം കുരീപ്പുഴയിൽ 11 ബോട്ടുകൾ കത്തിനശിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. കേസിൽ നാളെ ദിലീപിന് നിർണായക ദിവസമാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപ് 8ാം പ്രതിയായ കേസിൽ വിധി പറയുക. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി. കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചുവെന്നും സാക്ഷിമൊഴികളിൽ കൃത്രിമം കാണിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, 8 വർഷം നീണ്ട വിചാരണയാണ്. നിരവധി സാക്ഷികൾ കൂറുമാറി. കേരളമേറെ ആകാംക്ഷയോടെ കണ്ട വിചാരണ കാലയളവാണിത്. ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴും നീതി ലഭിക്കുമെന്ന് തന്നെയാണോ നടിയുമായി ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നത്? ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണോ പ്രോസിക്യൂഷൻ ഉള്ളത്? രഞ്ജിത്ത്, രാജ്യത്താകമാനം ചർച്ചയായിട്ടുള്ള അങ്ങേയറ്റം വ്യത്യസ്തമായിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു കേസിൽ നാളെ വിധി പറയുകയാണ്. അതും 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം, 8 വർഷത്തോളമാകുന്ന വിചാരണയ്ക്ക് ശേഷം നാളെ വിധിയിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സമൂഹ മനസാക്ഷിയാകെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ എന്തായിരിക്കും വിധി? അതിജീവിതയ്ക്ക് അനുകൂലമായിരിക്കുമോ അതോ ദിലീപിന് അനുകൂലമായിരിക്കുമോ? ആരൊക്കെ അഴിക്കുള്ളിലാക്കും എന്നുള്ള കാര്യത്തിൽ നാളെ ഒരു വ്യക്തത വരികയാണ്. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിലേക്ക് പോകുന്നത്. 10 പ്രതികളും നാളെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് വിചാരണ കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് ആ കേസ് പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിചാരണ കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നത്. കേസിൽ വിചാരണ നടത്തിയിരുന്ന വിസ്തരിച്ച ജഡ്ജും ഹണിയം വർഗീസാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വനിതാ ജഡ്ജ് തന്നെ വിചാരണ നടത്തണം എന്നുള്ള നടിയുടെ ആവശ്യപ്രകാരമാണ് അന്ന് ജില്ലയിലുണ്ടായിരുന്ന ഏക
വനിതാ ജഡ്ജായിരുന്നു ഹണിയം വർഗീസ്. അങ്ങനെയാണ് ഹണിയം വർഗീസ് വിചാരണ കോടതി ജഡ്ജാവുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ പലപ്പോഴും ദിലീപുമായി ദിലീപിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോഴൊക്കെ വ്യാജരേഖ ചമയ്ക്കാനും സാക്ഷികളെ മൊഴി തിരുത്താൻ ദിലീപിന്റെ അഡ്വക്കേറ്റും കൂടി ശ്രമിച്ചു എന്നുള്ളത്. അതായത് കോടതിയിൽ സാക്ഷികൾ എന്തൊക്കെ പറയണം എന്നുള്ള സാഹചര്യത്തിൽ അവരെ പറഞ്ഞു പഠിപ്പിച്ച് കോടതിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു ദിലീപ്. അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ ചമച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ള രേഖകൾ ഉണ്ടാക്കുകയും അത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അത് ആവർത്തിച്ച് പറയുകയും ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ താൻ ആശുപത്രിയിൽ അസുഖവുമായി അഡ്മിറ്റ് ആയിരുന്നു, അതുമായി ബന്ധപ്പെട്ട രേഖകൾ ചമയ്ക്കുകയും ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുമായി നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു. അതായത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാക്കാതിരിക്കാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു. അതേസമയം മറ്റു ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ദിലീപ് പൾസർ സുനിയുമായി ബന്ധപ്പെടുകയും നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന് അനുകൂല സമീപനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അനുകൂല ചർച്ചകൾ ഉണ്ടാക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ മഞ്ജു വാര്യരുടെയും ADGPയുടെയും നമ്പർ ഉൾപ്പെടെ എന്ന് കാണിച്ചുകൊണ്ട് അത്തരം ആളുകളെ ആഡ് ചെയ്തിട്ട് അതിലൊരു ചർച്ച ഉണ്ടാക്കുക, ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും 32 ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഈ 32 ഡിജിറ്റൽ തെളിവുകളിൽ ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിലീപിന് എതിരായി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ലീക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അതിജീവിത മെമ്മറി കാർഡ് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുന്ന കേസിൽ ഇതുവരെയും ഹൈക്കോടതി അന്തിമ വിധി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഈ എറണാകുളം, അതായത് ആദ്യം ഈ നടിയെ ആക്രമിക്കപ്പെടുന്നത് 2017 ഫെബ്രുവരി 17 അങ്കമാലിക്ക് അടുത്തുള്ള അത്താണിയിലാണ്. അത്താണിയിലായതുകൊണ്ട് തന്നെ ആദ്യം ഈ കേസിന്റെ കേസിലെ നടപടികൾ ആദ്യഘട്ടത്തിൽ നടന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അങ്ങനെയാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ലീന റഷീദ് ഈ കേസിലേക്ക് വരുന്നത്. അങ്കമാലി അതിനുശേഷമാണ് ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷമാണ് പിന്നീട് വിചാരണ കോടതിയിലേക്ക് ഇതിന് വിചാരണ മാറ്റുന്നതും. അങ്ങനെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിചാരണ കോടതിയാകുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. എന്നിരുന്നാലും മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുള്ളതെന്ന് അന്ന് അന്വേഷണത്തിലാണ് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് അതുപോലെ ശിരസ്ദാർ താജുദ്ദീന്റെ വിവോ ഫോൺ ഇതിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കോടതിയിൽ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് തന്റെ ഫോൺ ഉപയോഗിച്ചതെന്ന് താജുദ്ദീൻ പിന്നീട് പറഞ്ഞിരുന്നെങ്കിലും വിവോ ഫോൺ എവിടെ എന്നുള്ള കാര്യത്തിൽ അത് നഷ്ടപ്പെട്ടു എന്ന കാര്യമായിരുന്നു താജുദ്ദീൻ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവനക്കാരൻ മഹേഷ് മോഹൻ ഈ 3 പേരുടെ ഫോണുകളിലാണ് ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തത് എന്നുള്ള കാര്യം പിന്നീട് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് നടി കോടതിയെ സമീപിക്കുന്നത്. വീണ്ടും അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള, അതായത് തന്റെ സഹപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ കോടതി സെഷൻസ് കോടതി ജഡ്ജിനെതിരെ ഹണിയം വർഗീസിനെതിരെ നടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള ഉപഹർജി ഫയൽ ചെയ്യുന്നതും അങ്ങനെയാണ്. അതിൽ അന്തിമ വിധിയായിട്ടില്ല. അതല്ലെങ്കിൽ ആ ഹർജി കോടതി തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് കേരളത്തിലെ 8 വർഷത്തോളം അടുത്തു നിൽക്കുന്ന വിചാരണ നടപടികൾക്ക് ശേഷവും നിരവധി തവണ ഉപഹർജികളുമായി സമീപിക്കുന്ന സാഹചര്യം. സാക്ഷി വിസ്താര വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ 110 ദിവസമാണ് കോടതി വിസ്തരിച്ചത്. അതിനുശേഷം അതിൽ 87 ദിവസവും പ്രതിഭാഗം വക്കീലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചത്. ബാലചന്ദ്രകുമാറിനെ 36 ദിവസം വിസ്തരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സർജൻ ഡോക്ടർ സുനിൽ കുമാറിനെ വിസ്തരിക്കുന്നു. ഇങ്ങനെ വിചാരണകൾ നീണ്ടുപോകുന്ന നിരവധി ദിവസങ്ങളിലേക്ക് എടുക്കുന്ന ഒരു കാലഘട്ടം, അതുപോലെ തന്നെ നിരവധി സാക്ഷികൾ കൂറുമാറുന്ന കാലഘട്ടം. ഇതൊക്കെ അതിജീവിച്ചാണ് ഈ 8 വർഷം എത്തി നിൽക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിയിലേക്ക് അതാണ് സാഹചര്യം. ഏതായാലും ഏറെ നിർണായകമായ കേസായിരുന്നു. നമുക്കറിയാം, കേരളം വലുതായി ചർച്ച ചെയ്ത കേസ്. അതിനിടയ്ക്കുണ്ടായ സംഭവവികാസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദിലീപ് എന്ന നടൻ, സൂപ്പർ സ്റ്റാർ ആയിരുന്ന, ജനപ്രിയ നായകനായിരുന്ന ദിലീപ് വളരെ പെട്ടെന്ന് ഈ കേസിന് ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. അത് നേരെ ഇന്ന് അടിച്ചെന്ന് കയറുന്നത്
നടൻ ലാലിൻ്റെ വീട്ടിലാണ്, നടനും സംവിധായകനുമായ ലാലിൻ്റെ വീട്ടിലാണ് ഈ പീഡനത്തിന് ശേഷം. അതിനുശേഷം ലാല് വളരെ പെട്ടെന്ന് അന്നത്തെ MLA ആയ PT തോമസിനെ വിവരം അറിയിക്കുന്നു. PT തോമസ് ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഈ കേസിൻ്റെ ഓരോ നാൾ വഴികളിലും വലിയ വ്യത്യാസം ഉണ്ടാക്കിയത് എന്നത് പിന്നീട് വലിയ ചർച്ചയായ സംഭവവികാസമാണ്. അന്ന് ലാലിൻ്റെ ആ ഒരു വിളിയില്ലായിരുന്നുവെങ്കിൽ, PT തോമസ് എന്ന വലിയ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് മാഞ്ഞു പോയേനെ, അങ്ങനൊരു കേസേ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയുണ്ടായി. ഏതായാലും ദിലീപ് എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വന്നത് എന്ന് നവമി ദിനേശ് വിശദീകരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് സംശയനിഴലിലായിരുന്നില്ല. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിലും ദിലീപ് പങ്കെടുത്തിരുന്നു. വേദിയിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പരാമർശം ഏറെ വിവാദമായി. ഇതിനു പിന്നിൽ നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 23-ന് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ ഒന്നാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അതിനാടകീയമായി കീഴടക്കി. പൾസർ സുനിയുടെ മൊഴിമാറ്റങ്ങൾ കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം പറഞ്ഞ സുനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മാറ്റി പറഞ്ഞു. അതിനിടെ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു, സംവിധായകൻ നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ സുനിൽ ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ നടൻ സംശയനിഴലിലായി. ദിലീപ് ആവശ്യപ്പെട്ടിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ ദിലീപ് 1 കോടി രൂപ വാഗ്ദാനം നൽകി. പൈസ കിട്ടാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഉടൻ പണം നൽകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ സംഘം ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴിയാണ് കേസിൽ പിന്നീട് വഴിത്തിരിവുണ്ടാക്കിയത്. പൾസർ സുനി ജയിലിൽ നിന്നും നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തി. ജൂലൈ 1-ന് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ കൊച്ചിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനിയും കൂട്ടാളികളും ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനി എത്തിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദിലീപിനെതിരായ കുരുക്കുമുറുകി. ജയിലിൽ ഒളിച്ചുകടത്തിയ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും പൾസർ സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചതിന്റെയും ഇരുവരും തിരികെ വിളിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ തെളിവുകളെല്ലാം കൂട്ടിയിണക്കി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വാർത്തയിലേക്ക് പോകണം. കേരളം കഴിഞ്ഞ 8-10 ദിവസമായി ചർച്ച ചെയ്യുന്ന വലിയ ഒരു സംഭവമാണ് ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒളിവ്. ഇപ്പോൾ 11-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. ആദ്യം ഈ കേസിൻ്റെ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. 15-ാം തീയതി വരെ അറസ്റ്റ്, മുൻകൂർ ജാമ്യമല്ല, 15-ാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഊർജിതമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ യുവതിയെ നേരിൽ കാണാനുള്ള ശ്രമമാണ് AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. എന്തായാലും അതിനു മുമ്പ് രാഹുലിനെതിരെ ഒരു കടുത്ത നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കില്ല എന്നാണ് വിവരം. എന്തായാലും ആദ്യം ബംഗളൂരുവിലേക്ക് രാഹുലിനെ അന്വേഷിച്ചെത്തിയ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് ചോരുന്നതായുള്ള ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സംഘത്തോട് തിരുവനന്തപുരത്തേക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി. അതിനുശേഷമാണ് രണ്ടാമത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘത്തെ ബംഗളൂരുവിലേക്ക് അയച്ചിരിക്കുന്നത്. രാഹുൽ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്തുക, പക്ഷേ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക്, അതായത് ഒരുപക്ഷെ നാളെ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി അനുസരിച്ചായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ അന്വേഷക ഒരു തീരുമാനത്തിൽ എത്തുക. എന്തായാലും നാളെ
ഈ സെഷൻസ് കോടതി ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട അതിലെ നിജസ്ഥിതി എന്താണ് എന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമലയിലെ മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തല കത്ത് നൽകി. രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നത് 500 കോടിക്കാണെന്ന വിവരം ലഭിച്ചതായി രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നു. അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല പറയുന്നു. SIT അന്വേഷണത്തിന് തയ്യാറെങ്കിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയുമായി അന്വേഷണവുമായി സഹകരിപ്പിക്കാം. സംസ്ഥാന ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. ഇതേ തുടർന്ന് SIT ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കത്ത് SITക്ക് ലഭിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച ശരിവെച്ച മുഖ്യമന്ത്രി കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കണ്ടത്. AK സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. മുഖത്ത് നോക്കി അവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിളിച്ചതായും പറയേണ്ട കാര്യം പറയാൻ മടി കാണിക്കുന്നവരല്ല താൻ ഉൾപ്പെടെയുള്ളവരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIMോ LDFോ സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIMനും LDFനും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല. സംവാദത്തിലുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ MPമാരുടെ പ്രകടനത്തിൽ സംവാദമാകാം, സമയവും സ്ഥലവും തീരുമാനിച്ചാൽ മതി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ റേഷൻ വിഹിതം മുടക്കാൻ UDF MPമാർ അനാവശ്യ ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചുവെന്നും കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ MPമാരുടെ പ്രവർത്തനത്തെപ്പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? നമ്മുടെ കേരളത്തിലെ MPമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പൗരത്വ ഭേദഗതിക്ക് എതിരായ പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 843 കേസുകളിൽ 112 ഒഴികെയുള്ളവ പിൻവലിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റേത്. അവർ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടും. PM ശ്രീയിൽ ഒപ്പിട്ടതും അങ്ങനെയാണ്. ജോൺ ബ്രിട്ടാസിന് മുൻപ് നിതിൻ ഗഡ്കരി ആയിരുന്നു BJPയുമായുള്ള പിണറായിയുടെ പാലമെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് നമുക്കറിയില്ലേ, പിണറായി വിജയന്റെ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്തു. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, LDF അറിഞ്ഞില്ല. അറിയാലോ ഒപ്പിട്ടത് PM ശ്രീയിൽ ഒപ്പിട്ടത്. അവർ പറഞ്ഞതെല്ലാം കേൾക്കും. ഭയന്ന് നിൽക്കുകയാണ്. ഭയന്നാണ് ഇവർ ഭരിക്കുന്നത്. അതിന് അവരുമായി കുറെ പാലങ്ങളുണ്ട്. അതിലൊരു പുതിയ പാലമാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്ത ജോൺ ബ്രിട്ടാസ്. നേരത്തെയും കുറെ പാലങ്ങളുണ്ട്. ഇപ്പോ ഈ ഹൈവേ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് ഇത് പണിയുന്നതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത്? അത് റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ലോ. PWD മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. 100 കണക്കിന് സ്ഥലത്ത് മനുഷ്യന്റെ ജീവനപകടത്തിൽ ഇന്നലെ നമ്മൾ ശ്വാസം വിട്ടുപോയി അല്ലെ, നിന്നുപോയി നമ്മുടെ.
മാധ്യമങ്ങളോടുള്ള കടക്കുപുറത്ത് പ്രയോഗം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിളിക്കുന്ന സ്ഥലത്തെ മാധ്യമങ്ങൾ പോകാവൂ, വിളിക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ദയവായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. വടക്കൻ ഗോവയിൽ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർക്ക് ദാരുണാന്ത്യം. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം. മരിച്ചവരിൽ 4 വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. നിശാ ക്ലബ്ബ് ഉടമയ്ക്കും മാനേജർക്കുമെതിരെ കേസെടുത്തു. വിനോദസഞ്ചാരികളേറെ എത്തുന്ന മാസത്തിലാണ് ഗോവയെ പിടിച്ചുകുലുക്കിയ ദുരന്തം. വടക്കൻ ഗോവയിലെ ബാഗ ബീച്ചിനോട് ചേർന്നുള്ള നിശാ ക്ലബ്ബായ ബ്രിഡ്ജ് ബൈ റൊമേറോ ലൈനിൽ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീ കത്തിയാളുമ്പോൾ ഡാൻസ് ഫ്ലോറിലടക്കം 100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. വേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മിതിയായതിനാൽ തീ ആളിപ്പടർന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും നിശാ ക്ലബ്ബിലെ ജീവനക്കാർ. രക്ഷപ്പെടാനായി താഴത്തെ നിലയിലുള്ള അടുക്കള ഭാഗത്തേക്ക് ഓടിയവരും അപകടത്തിൽപ്പെട്ടു. ശ്വാസം മുട്ടിയാണ് കൂടുതൽ പേരുടെയും മരണം. നിശാ ക്ലബ്ബ് അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് അപകടസ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രതികരിച്ചു. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. अंडरग्राउंड वेंटिलेशंस वहाँ पे न होने के कारण सफोकेशन के वजह से बाकी लोगों की मृत्यु हो गई है. हमने मैजिस्ट्रल इंक्वायरी तो ऑर्डर की है. इनिशियल स्टेज पे उस होटल के जनरल मैनेजर्स और उस होटल के ओनर के खिलाफ हमने एफआईआर दर्ज की है. उनको अरेस्ट करने का वारंट भी निकाल दिया है. इस सभी जांच की पूरी यानी मैजिस्ट्रल इंक्वायरी की जाएगी. उन्होंने फायर सेफ्टी नॉर्म्स, कंस्ट्रक्शन नॉर्म्स फॉलो किया है कि नहीं, ये देखा जाएगा. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ നിശാ ക്ലബ്ബുകളിലും സുരക്ഷാ പരിശോധന നടത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കൊല്ലം കുരിപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. അഷ്ടമുടി കായലിൽ നങ്കൂരമിട്ടിരുന്ന 11 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും കത്തി നശിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് കൊല്ലം കുരിപ്പുഴയിൽ അഷ്ടമുടി കായലിൽ കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ആർക്കും പരിക്കില്ല. സമീപത്തെ പാലത്തിലൂടെ കടന്നുപോയവരാണ് ബോട്ടുകളിൽ തീ പടരുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 30ഓളം ബോട്ടുകളാണ് ഈ പ്രദേശത്ത് കെട്ടിയിട്ടിരുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീ പടർന്നതോടെ തീപിടിക്കാത്ത ബോട്ടുകളുടെ കെട്ടഴിച്ചുവിട്ട് അപകടം ഒഴിവാക്കുകയായിരുന്നു. ഈ സമയം ബോട്ടുകളിലുണ്ടായിരുന്ന പാചകത്തിനുപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ തീ ആളിപ്പടർന്നു. 2 മണിയായപ്പോൾ ഡാനി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ വീട്ടിലെ പെൺകുട്ടി നിലയം വിളിച്ച് ഓടി വരുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ 2 ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ബോട്ടിന് അടുത്ത് കിടന്ന ബോട്ട് 8 എണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പൂട്ട് തല്ലി പൊട്ടിച്ച് രക്ഷപ്പെടുത്തി. ആ ബോട്ട് കിഴക്കേ സൈഡിൽ കിടന്നത് 9 ബോട്ടും ഒരു ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്തനാപുരം മുതൽ ശാസ്താംകോട്ട വരെയുള്ള ഫയർഫോഴ്സുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. കായൽ തീരമായതിനാൽ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് സംഘത്തിനെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് തീ അണയ്ക്കുന്നതിൽ താമസമുണ്ടാക്കി. വാഹനങ്ങൾ കടന്നുവരാൻ കഴിയാത്തതിനാൽ കായലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത്. ഒരു ഫൈബർ ബോട്ടും കത്തിനശിച്ചു. ബോട്ടുകളിലുണ്ടായിരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും സമീപത്തെ ചീനവലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ബോട്ടൊന്നിന് 75 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് ബോട്ടുടമകൾ പറയുന്നത്. നഷ്ടപരിഹാരം സംബന്ധിച്ച് അപകട കാരണം വ്യക്തമായതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുന്ന ജില്ലകളിലെ പ്രചാരണം ഇന്ന് കൊട്ടിക്കലാശമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ്. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. പ്രചാരണത്തിൻ്റെ അവസാന ദിവസവും ആവേശക്കാഴ്ചകൾ ഒരുക്കിയാണ് പ്രചാരണം നടക്കുക. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 11-നാണ്, 13 ശനിയാഴ്ചയിലാണ് വോട്ടെണ്ണൽ നടക്കുക.
ഡാൻ കുര്യനും ഡാനി പോളും വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ്, എറണാകുളം വരെയാണ്. തെക്കൻ കേരളത്തിൽ പ്രധാനമായും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഒരുപാട് വിഷയങ്ങൾ മാറി മാറി വന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന സംഭവവികാസങ്ങളുണ്ടായി. സ്വർണ്ണക്കൊള്ള പ്രധാനമായും ചർച്ചയാകുന്ന ജില്ലകളാണ്, സംശയമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മൂന്ന് മുന്നണികളും സമാസമം നിൽക്കുന്ന നിരവധി ഘടകങ്ങൾ ഉള്ള ഒരു ജില്ലകൾ കൂടിയാണ് ഈ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒടുവിലാണ് നാളെ കഴിഞ്ഞ് ഈ 7 ജില്ലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാനായി പോകുന്നത്. പ്രധാനമായി നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തരത്തിൽ വിശ്വാസ സമൂഹത്തെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടുണ്ടായ പ്രതിഷേധങ്ങളും എന്നുള്ള വിലയിരുത്തലിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ UDF നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥകൾ, മേഖലാ ജാഥകൾ, അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രധാനമായി തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം തുടങ്ങിയ ജില്ലകളിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടന്നിരുന്നത്. അത് വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമായി നിറഞ്ഞു നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വിശ്വാസികളുടെ പിന്തുണ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വലിയ പ്രതീക്ഷയുമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്തടക്കം നഗരസഭയിൽ സമാനതകളില്ലാത്ത, കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത തരത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അതേസമയം ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുത്താൽ അത് അധികാരത്തിലേക്കുള്ള, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മാത്രം 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അത് കൃത്യമായി അവർക്കൊരു ആത്മവിശ്വാസം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് വിജയമായി മാറുമെന്ന പ്രതീക്ഷ NDAയ്ക്കുണ്ട്. അതേസമയം കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF നിലവിലെ 51 സീറ്റിൽ നിന്ന് ഭൂരിപക്ഷം വീണ്ടും ഉയർത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവേശകരമായ കൊട്ടിക്കലാശമായിരിക്കും വൈകുന്നേരം 4 മണി മുതൽ വിവിധ സ്ഥലങ്ങളിൽ, പ്രധാനമായി പേരൂർക്കട, നേമം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാകും കൊട്ടിക്കലാശത്തിന് മറ്റ് സ്ഥാനാർത്ഥികൾ, വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒന്നിച്ചു ചേരുന്ന സ്ഥലം. അങ്ങനെ ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സമാപനമാകുന്നത്. അതിന്റെ എല്ലാ ആവേശവും പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കൊട്ടിക്കലാശത്തിനായിരിക്കും തലസ്ഥാന നഗരം അടക്കം തെക്കൻ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളും വൈകുന്നേരം 4 മണി മുതൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, ഈ കൊച്ചി കോർപ്പറേഷനുണ്ട്, തൃശ്ശൂർ കോർപ്പറേഷനുണ്ട്, നമുക്കറിയാം ഇങ്ങനെ തൃശ്ശൂർ നഗരസഭയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ തിരുവനന്തപുരത്തെ പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട പോലെ തന്നെ 3 മുന്നണികളും ഒരുപോലെ മത്സരിക്കുന്ന തെക്കൻ ജില്ലകളിലാണല്ലോ തുല്യശക്തികളായി ഈ മുന്നണികൾ ഏറ്റുമുട്ടുന്നത്. തൃശ്ശൂരിലൊക്കെ വലിയ മത്സരം നടക്കുന്നുവെന്ന് അറിയുന്നു. കൊച്ചിയിലും LDF ഭരിച്ചിരുന്ന സ്ഥലമാണ്, അവിടെ വലിയ പോരാട്ടം നടക്കുന്നുവെന്ന് അറിയുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ ഈ ഘടകങ്ങളൊക്കെ, നേരത്തെ ഡാൻ കുര്യൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ, ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ കൂടിയാണ് ഈ മേഖലകൾ. അവിടെയും ആവേശകരമായ കൊട്ടിക്കലാശം പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം തന്നെയാണ് നടക്കുന്നത്. അതിനൊരു കേന്ദ്രീകൃത രൂപം എന്നതില്ല, പലയിടങ്ങളിലായിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ രഞ്ജിത്ത് പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു മൊത്തം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമോ എന്നൊരു ചോദ്യം, പ്രാദേശിക വിഷയങ്ങളല്ലേ കൂടുതൽ ചർച്ച ചെയ്യുക എന്നെല്ലാം തന്നെ പറയാം. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് അതിനും അപ്പുറം ഒരു മാനം കൈവരിച്ചിരുന്നു. കാരണം വലിയ രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിൽ തന്നെ ചർച്ചയാകുന്നു. വലിയ നേതാക്കൾ, സംസ്ഥാനതല നേതാക്കൾ തന്നെ നേരിട്ടെത്തി പലയിടത്തും തന്നെ വിശദീകരണ യോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ വിശാലമായ രീതിയിലേക്ക് ഈ വിഷയങ്ങൾ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ വരെ ചർച്ച ചെയ്യുന്നു. വീടാന്തരം കയറി ഈ വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്ന രീതിയിലേക്ക്, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വരെ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. എവിടെ ആര് പ്രസംഗിച്ചാലും ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് വരുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന് അങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടെ. ഇക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ചർച്ച ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്
പ്രധാനമായും തന്നെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇവിടെ ജില്ലയിൽ പി രാജീവും അതോടൊപ്പം തന്നെ UDFിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഹൈബി ഈഡനും എല്ലാം തന്നെ നേതൃത്വം നൽകി വിവിധ ഇടങ്ങളിലായിട്ട് കൊട്ടിക്കലാശം നടക്കുന്നു. ഏതായാലും നാടിളക്കിയുള്ള ഒരു വലിയ പ്രചാരണ പരിപാടികളുടെ ഇതെല്ലാം തന്നെ സമാപനത്തിലേക്കെല്ലാം കടന്നു പോവുകയാണ്. വലിയ പ്രതീക്ഷകളാണ് UDFും LDFും NDAയും എല്ലാം തന്നെ ഇതിൽ വെച്ച് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിയായും ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. എറണാകുളം ജില്ല വലിയ രീതിയിൽ UDFിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ജില്ലയെന്ന് കൂടിയുണ്ട്. എങ്കിലും അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് BJPയും NDAയും എല്ലാം തന്നെ കരുതുന്നു. കാരണം കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിലുള്ള അടയാളങ്ങൾ പലയിടത്തും തന്നെ ഉണ്ടാക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ 5 സീറ്റുകൾ നേടുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തൃപ്പൂണിത്തുറയിൽ വരികയും ചെയ്തു. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിൽ 5 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്ന് BJP അതിൽ സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികൾക്ക് ആർക്കും വലിയ മേധാവിത്വമില്ലാതെ നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ റിബലുകളുടെ സഹായത്തോടെ ഇടതുമുന്നണി ഭരണത്തിൽ ഏറുമെങ്കിൽ ഇത്തവണ UDFിന് റിബലുകളുടെ വലിയ ശല്യം കോൺഗ്രസിനകത്തു നിന്നുണ്ട്. 13 റിബലുകൾ ഇതിലുണ്ട്. എങ്കിൽ കൂടിയും ഇവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വമുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി വിജയങ്ങൾ എവിടെയെങ്കിലും നേടുകയാണെങ്കിൽ ഇവരും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ അവസാന മണിക്കൂറിലേക്ക് വരുമ്പോൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ആ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അവരെ എല്ലാം തന്നെ പാളയത്തിലേക്ക് ചേർത്ത് നിർത്തിയാണ് ഇടതുമുന്നണി ഭരണത്തിൽ ഏറിയത് എന്നതും ഒരു വൈപരീത്യമാണ്. ഏതായാലും ഇത്തരം കണക്കുകൂട്ടലുകളെല്ലാം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അവസാന മണിക്കൂറുകൾ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലേക്ക് അടക്കം കടക്കുന്നതിന് മുൻപ് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ് എറണാകുളവും. തീർച്ചയായും 7 തെക്കൻ ജില്ലകളിലാണ് മറ്റന്നാൾ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. ഇന്നിതാ കുട്ടിക്കലാശം, ആവേശകരമായ പ്രചരണത്തിൻ്റെ കുട്ടിക്കലാശമാണ്. വിവരങ്ങളാണ് ഡാനി പോളും ഡാൻ കുര്യനും നൽകിയത്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിലും ഇടുക്കിയിൽ പലയിടത്തും കുട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ടൗണുകളിൽ ജനങ്ങൾ കുറവാണ്. അതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ തന്നെ കുട്ടിക്കലാശം നടത്തി മടങ്ങി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചരണം അവസാനിക്കുന്നത്. എന്നാൽ ഇടുക്കിയിൽ പലയിടത്തും ഒരു ദിവസം മുൻപേ കൊട്ടിക്കലാശം നടത്തി. ഇന്ന് ഞായറാഴ്ചയായതിനാൽ മിക്കവാറും കച്ചവട സ്ഥാപനങ്ങൾ അവധിയാണ്. ടൗണിൽ അധികം ആളുകൾ ഉണ്ടാവില്ല. അതിനാൽ തിരക്കേറിയ ശനിയാഴ്ച കൊട്ടിക്കലാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. കട്ടപ്പനയിൽ LDFിന്റെയും NDAയുടെയും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും നിരന്നപ്പോൾ ആവേശം അണപൊട്ടി. ഇന്നാണ് UDFിന്റെ കുട്ടിക്കലാശം. ന്യൂസ് 18 ഇടുക്കി. നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ സ്ഥാനാർത്ഥിയും ഏറ്റവും പ്രായം കൂടിയ വനിതാ സ്ഥാനാർത്ഥിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നതാണ് പുനലൂരിലെ കോളേജ് വാർഡിനെ വ്യത്യസ്തമാക്കുന്നത്. LDFിലെ ഗൗരിയും BJPയിലെ രാധാമണിയുമാണ് ഈ സ്ഥാനാർത്ഥികൾ. ഗൗരിക്ക് പ്രായം 21, രാധാമണിക്ക് 73. പ്രായത്തിലെ വലിപ്പച്ചെറുപ്പം ഏതായാലും പ്രചാരണത്തിലില്ല. ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് വാർഡ് നിലനിർത്തുകയാണ് ഗൗരിയുടെ ദൗത്യം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ലഭിച്ച ഊർജ്ജമാണ് കൈമുതൽ. മുമ്പ് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പം നോക്കിയപ്പോൾ ഇത്രയും സിമ്പിൾ ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല പാടാണ്. പിന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങളും എല്ലാം കേൾക്കണം. അവിടെ ചെന്നിരുന്ന അവരുടെ സങ്കടങ്ങളായാലും എല്ലാം കേട്ട് മനസ്സിലാക്കണം. അവരോരോന്ന് ഇതിന് ശേഷം ജയിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി കുറെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മുമ്പത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പൊ ഓരോരുത്തർക്ക് വേണ്ടി രഞ്ജിത്ത് അങ്കിളിനായാലും മുമ്പ് ഉണ്ടായിരുന്നവർക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി പാടാണ് സംഭവം. വെളിയിൽ നിന്ന് കാണുന്ന പോലെ ഇത്ര എളുപ്പമല്ല. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും നഗരസഭയിലേക്ക് രാധാമണിക്കും ഇത് കന്നി അംഗമാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദം വരെ അലങ്കരിച്ച അനുഭവ സമ്പത്തുമായാണ് പോരാട്ടം. നിയമസഭയിലാവുമ്പം നമുക്ക് അപരിചിതരും പരിചിതരും എല്ലാം ഉണ്ടാവും. അപ്പൊ അതിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ
ബൂത്ത് തല വാർഡ് തല ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ നിത്യവും കാണുന്ന മനുഷ്യരാണ്, കാണുന്നവരാണ്, സ്നേഹമുള്ളവരാണ്. എനിക്ക് ആ സ്നേഹം ഞാൻ ആവോളം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായ ആജ ശശിധരനും പ്രചാരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് 18 പുനലൂർ. മൂവാറ്റുപുഴയിൽ വോട്ടർമാർക്ക് കൗതുകമായി കുതിരയുമായി പ്രചാരണം. കാൽനടയായും വാഹനങ്ങളിലെത്തിയും മറ്റു സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുമ്പോഴാണ് LDF സ്ഥാനാർത്ഥി സെലിൻ ജോർജ് പ്രചാരണത്തിന് കുതിരയുമായി എത്തിയത്. മൂവാറ്റുപുഴ നഗരസഭയിലെ 17ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് സെലിൻ ജോർജ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടന്നതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ വ്യത്യസ്തമായ പ്രചാരണത്തിലാണ് സെലിൻ. വോട്ട് തേടിയെത്തുന്ന സെലിനൊപ്പം പ്രവർത്തകർ മാത്രമല്ല, ഒരു കുതിരയുമുണ്ട്. ഈ കുതിര എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. വർഷങ്ങളായിട്ട് കുതിര സുഹൃത്ത് ഇങ്ങനെ പരിപാലിച്ച് വളർക്കണതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ രണ്ടാമത്തെ ഒരു ഇലക്ഷൻ ഈ വാർഡിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടും ചിന്തിക്കാമെന്ന് വിചാരിച്ചു. കുതിര കൊണ്ടൊന്ന് വീട് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും കുതിര നമ്മുടെ പ്രിയപ്പെട്ട ഒരു മൃഗമാണല്ലോ, ശക്തിമാനായിട്ടൊരു മൃഗമാണല്ലോ. അതായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ പ്രധാനത്തിനൊരു കൊഴുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹൃത്ത് കുതിരയെ കൊണ്ടത്. 2 ദിവസമായിട്ട് ഈ കുതിരയുടെ പുറത്ത് കയറാൻ പറ്റുക എനിക്കൊരു പേടിയുണ്ട്. കുതിരനെ പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കാനൊരു സന്തോഷമുണ്ട്. കാരണം കുതിര നമ്മുടെ ഒരു നല്ലൊരു മൃഗമാണല്ലോ. സെലിന്റെ അയൽവാസി ജെയിംസിന്റേതാണ് ഈ വളർത്തുകുതിര. കുളമ്പടി ശബ്ദത്തോടെ കുതിരയുമായി സ്ഥാനാർത്ഥി വീടിന് മുന്നിലെത്തുമ്പോൾ വോട്ട് ആർക്കു ചെയ്യുമെന്ന് തീരുമാനമെടുക്കാത്തവർ പോലും കുതിരയെ കാണാൻ ഓടിയെത്തും. വാർഡിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു ജെയിംസ്. മുൻ കൗൺസിലർ കൂടിയായ സെലിന്റെ വിജയത്തിനായി പ്രചാരണത്തിൽ ജെയിംസും സജീവമാണ്. പ്രചാരണത്തിലെ ഈ കുതിരശക്തി LDFന് വിജയം നേടിക്കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 മൂവാറ്റുപുഴ. തെരഞ്ഞെടുപ്പ് വന്നാൽ സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ മിത്രങ്ങൾ ശത്രുക്കളാകും. എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ നരിയമ്പാറ വാർഡിൽ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ്. കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ UDF സ്ഥാനാർത്ഥി മനോജ് മുരളി, LDF സ്ഥാനാർത്ഥി സാബു. ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ, സഹപാഠികൾ. രണ്ടുപേരും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ CK ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച്. ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ. അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച്. ഇവര് തമ്മിലൊരു ശത്രുതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല വളരെ സാഹോദര്യ ബുദ്ധിയ മത്സരമാണ്. ഒരു പ്രശ്നമൊന്നുമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ അലുമിനി നേതാക്കളാണ്. മനോജ് മുരളി നിലവിൽ നഗരസഭാ കൗൺസിലറാണ്. സാബുവിന് ഇത് കന്നിയംഗം. തിരഞ്ഞെടുപ്പ് പോരാട്ടം സൗഹൃദത്തിന് ഒരു പോറലും ഏൽപ്പിക്കില്ലെന്ന് ഇരുവർക്കും ഉറപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും പടക്കടയിൽ കാണുന്നുണ്ട്. ഞങ്ങളുടെ പരസ്പരം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബുവിൻ്റെ രാഷ്ട്രീയ ചിന്താഗതി എന്നും വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാരവാഹികൾ എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് യോജിച്ച് എങ്ങനെയോ പോകാൻ പറ്റി. ആ പോകുന്ന പോക്ക് ഇപ്പോഴും തുടരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ ഇലക്ഷൻ വർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികൾക്കല്ല, ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ നഗരസഭയിൽ NDA സ്ഥാനാർത്ഥി ഇല്ലാത്ത വാർഡാണ് വാടക്കൽ. നഗരസഭയുടെ തെക്കേ അതിരാണ് ഈ തീരദേശ വാർഡ്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് ടൂറിസം സാധ്യതകൾ ഏറെയുള്ള പ്രദേശം. വിവിധ മുന്നണികൾ വാടക്കലിനായി എന്താണ് കരുതി വച്ചിരിക്കുന്നത്? തീരദേശത്തിൻ്റെ കണ്ണീരകറ്റാൻ ആർക്കാണ് കഴിയുക? നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് തീരദേശ മേഖലകളിലാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് വാടക്കൽ വാർഡിലാണ്. നമുക്ക് പിന്നിലേക്ക് നോക്കിയാൽ അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്. വാടക്കൽ പൊഴിയുടെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ടൂറിസം സാധ്യതകൾ ഒരുപാട് ഉള്ള ഒരു ഇടം കൂടിയാണ്. അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഓരോ സ്ഥാനാർത്ഥികളും ലക്ഷ്യം വെക്കുന്നത്? ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ എന്ത് ഓഫറാണ് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി ചോദിച്ചറിയേണ്ടത്. നമ്മളോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാടക്കലിലെ VG വിഷ്ണുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വിഷ്ണു, വാടക്കൽ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. എന്താണ് ഇടതുപക്ഷം വാടക്കൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? വികസനത്തിൻ്റെ അജണ്ട തന്നെയാണ് ഞങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ കഴിഞ്ഞത് ഈ വാടപ്പുഴി പാലം പൂർത്തീകരിച്ചുകൊണ്ടാണ്. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യങ്ങളിലൊരു കീറാമുട്ടിയായിരുന്നു വാടപ്പുഴി പാലം. ആ പാലം യാഥാർത്ഥ്യമായതോടുകൂടി
തീരദേശത്തെ ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടായി. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ തീരം നഷ്ടപ്പെടുന്നു, മത്സ്യബന്ധന മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ പൊതുവേ ആളുകൾ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് പിന്നീട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് LDF കരുതുന്നത്? തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാലത്തും ലഭിക്കാത്ത നിലയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ മത്സ്യയാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ, കടലിൽ പോയി ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ അവർക്ക് അവരുടെ പഞ്ചമാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് തിരികെ കൊടുക്കാൻ ഇപ്പോൾ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ സംബന്ധിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അതെ, തീരദേശ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് ഇനി നഗരപ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മുല്ലയ്ക്ക് ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളുണ്ട്. അവിടെയുമൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. എന്തായാലും വിഷ്ണു, ആശംസകൾ. ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള ഒരിടമാണ് വാടക്കൽ, അല്ലേ? ഒരു ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി പറ്റുന്ന ഒരു സ്ഥലമാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ UDFന് എന്തൊക്കെയാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുക? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾ വെക്കുക? തീർച്ചയായിട്ടും ഇതൊരു തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിച്ഛേദം, ഈ വാർഡിൻ്റെ പരിച്ഛേദം എടുത്തിട്ട് നമ്മളൊരു പ്രകടന പത്രിക പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഒരു സുസ്ഥിര വികസന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് നമുക്കുള്ളത്. മറ്റൊന്ന് കാർബൺ ന്യൂട്രൽ ഗ്രാമ തീരപ്രദേശമാക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ നമുക്കറിയാം ഈ ഗ്രാമത്തിൽ, ഈ വാർഡിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ സാധാരണ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുമ്പോൾ അവർക്ക് കൃത്യമായി വിശ്രമിക്കാനോ അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനും ഒക്കെ ഉള്ളൊരിടം അത് 2015-20 UDFന്റെ നഗരസഭ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മത്സ്യഗന്ധിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ സൗകര്യത്തോടുകൂടെ നമ്മൾ ഒരു കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഫിഷർമെൻ ഫെസിലിറ്റി സെൻ്ററാക്കി നമ്മൾ രൂപപ്പെടുത്തി. വാർഡിലെ എല്ലാ തോടുകളും 2015-20 കാലഘട്ടത്തിൽ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാലിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ആലപ്പുഴ നഗരസഭയെ ഈ പദ്ധതിയിൽപ്പെടുത്തുകയും ആ തോടുകൾക്ക് കല്ല് കെട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാടപ്പുഴയ്ക്ക് ആഴം കൂട്ടി കല്ല് കെട്ടി. ഇവിടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഊർജ്ജക്ഷമതയുള്ള LED ലൈറ്റുകൾ നമ്മൾ 2015-20 കാലഘട്ടത്തിൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് മത്സ്യബന്ധന മേഖലയെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളായിരിക്കും കൂടുതലായി വാടക്കൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം ടൂറിസം പ്രധാന ഫോക്കസ് അതാണ്. അതുകൂടാതെ നമ്മുടെ മേഖലയിൽ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തീരദേശത്തെ ആകെ പിടിമുറുക്കുകയാണ്. അപ്പോൾ ആ ക്യാൻസറിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു, ഇവിടെ LDF UDF ഉള്ളൂ, NDAക്ക് സ്ഥാനാർത്ഥി ഇല്ല, അല്ലെ? നിങ്ങൾക്ക് അത്രയും ഒരു കുറഞ്ഞു. അത് ശരിക്കും എല്ലാ വാർഡുകളിലും 3 മുന്നണികളും സ്വതന്ത്രന്മാരുമൊക്കെയാണ് ഉള്ളത്. ഇവിടെ LDF UDF എന്ന ഇതാണ്. തീർച്ചയായിട്ടും LDF UDF തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ പോലും ഈ മറ്റ് ചിന്താധാരകളിലുള്ളവരും ഈ ഇവിടുത്തെ വികസനം, ഈ 2015-20 കാലയളവിൽ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അവർ വോട്ടായി മാറും. അതിന് യാതൊരുവിധ സംശയത്തിനും ഇടം നൽകുന്നില്ല. ആശംസകൾ. പാടപ്പുഴക്കാർക്ക് വായനശാലയൊക്കെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഉഷാറാണോ ഇവിടെ തെരഞ്ഞെടുപ്പ്? അങ്ങനെ നിഷ്പക്ഷമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പിന്നെ നല്ലത് ചെയ്യുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഇപ്പോൾ വാടപ്പുഴ ഇത്തവണ ആർക്ക് അനുകൂലമായിരിക്കും എന്നൊക്കെ കരുതുന്നു? നല്ല മത്സരമാണ് ഇവിടെ. 2 നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന 2 വ്യക്തികൾ. ആരോടും പിന്നെ മനസ്സിൽ വെക്കുന്നതല്ലേ നല്ലത്. എങ്ങനെയുണ്ട് ഇതൊരു കോൺഗ്രസ്, നേരത്തെ കോൺഗ്രസ് ആയിരുന്നു അല്ലേ വാടക്കൽ എന്ന് പറയുന്നത്? ഇത് ഈ മുനിസിപ്പാലിറ്റി 36-ാം വാർഡ് എന്ന് പറയുന്നത് 36 നിൽക്കുമ്പോൾ ഇപ്പൊ 27 അല്ല, ഇപ്പൊ 27 40. ഇവിടെ UDFന്റെ സീറ്റായിരുന്നു ഇത്. മാറി മറിഞ്ഞ 1-2 പ്രാവശ്യമൊക്കെ LDFന് കിട്ടി. ഇപ്പൊ ഈ കിടപ്പ് ടൈറ്റ് മത്സരം ഇവിടെ വാടക്കൽ ഇപ്പൊ നടക്കുന്ന ടൈറ്റ് മത്സരം. ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഇവിടെ വരും. അത് കഴിഞ്ഞാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇത് LDFലേക്ക് പോയത്. നിലവിൽ ഇപ്പൊ നിൽക്കുന്ന ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയാൻ പറ്റും. കാരണം രണ്ടുപേരും ടൈറ്റ് മത്സരമായിട്ടാ തോന്നുന്നത്. പിന്നെ സീറ്റിന് പിടിവലിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. ത്രികോണ മത്സരം ഇല്ല. BJP സ്ഥാനാർത്ഥി ഇല്ലാത്ത വാർഡ് കൂടിയാട്ടാ തള്ളിപ്പോയല്ലേ നോമിനേഷൻ?
അങ്ങനെ ഒരു കൂട്ടമില്ല, സമാധാനം. അതാണ് സമാധാനം. എല്ലാരും മത്സരിക്കണ്ടേ? പിന്നെ വേണം, അത് വേണം. രാഷ്ട്രീയമാകുമ്പോ എല്ലാരും വരണം. എന്നാലൊരു ത്രില്ലുള്ളൂ. പിന്നെ നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വേണ്ടേ? 3 പേര് വരുമ്പോഴാണ്, അല്ലെങ്കിൽ 3-ലധികം സ്വാതന്ത്ര്യം ഒക്കെ വരുമ്പോഴാണ് ഒരു ടൈറ്റ് മത്സരം. വീട് വരെ മുനിസിപ്പാലിറ്റി തൊട്ടപ്പുറത്ത്, അതായത് നമ്മള് കാലെടുത്ത് അങ്ങോട്ട് വെച്ചാല് ഒരു ലൈൻ വീട് അപ്പുറത്ത്. പഞ്ചായത്ത് ഏത് പഞ്ചായത്ത്? പുന്നപ്രയാ? ഒന്നാം വാർഡ്. ഓ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത്. ഒന്നാം വാർഡ്. അതാണ്, അതായത് ഇവർ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരാണ്, പക്ഷെ ഇവർ ഇപ്പുറത്താണ്. എല്ലാവരുടെയും ബഹളം കേൾക്കാം ഇവിടെ. ആണല്ലേ? പുന്നപ്രയിൽ നിന്നും വരും, വാടിക്കൽ നിന്നും വരും, എല്ലാ വീടെയൊക്കെ ആയിരിക്കും. ഇന്നലെ നമ്മുടെ MP ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, KC വേണുഗോപാൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇന്നലെ ഇല്ലായിരുന്നു. ഒരു പൊതുവെ ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയുമ്പോഴും ഇപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലേ? പറയാൻ പറ്റത്തില്ല. അതായത് KC തുടക്കം മുതൽ ഈ വാടക്കയിൽ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത്. അതായത് 10 MLA ആയ കാലം വരെ KC വേണുഗോപാൽ ഇവിടുന്ന തുടങ്ങുന്നത്. അതായത് കോൺഗ്രസ് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. മത്സ്യഗന്ധി നമ്മളൊക്കെ എപ്പോഴും ഷൂട്ടിന് വരുന്ന ഒരു സ്ഥലമായിരുന്നു. അതാണ്. അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ നിൽക്കുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും നടക്ക് ആയുള്ള ആ ബോർഡർ ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രചരണം കേട്ടോണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഇവർക്ക് ചെവിക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോ നിശബ്ദ പ്രചരണ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഒരു ഫൈനൽ മൊമെന്റിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫൈനൽ മൊമെന്റിൽ തീ വാറുന്ന പോരാട്ടങ്ങളാണ് എല്ലായിടത്തേക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വാടക്കൽ വാർഡിൽ ഇടതുപക്ഷവും LDFും UDFും തമ്മിലാണ് മത്സരം. NDA സ്ഥാനാർത്ഥിയില്ല, BJP ആയിരുന്നു ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നോമിനേഷൻ തള്ളിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴ നഗരസഭയിൽ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു വാർഡെന്ന പ്രത്യേകത കൂടി വാടക്കലിനുണ്ട്. UDFിലെ മുതിർന്ന നേതാക്കളായ K മുരളീധരൻ, MK മുനീർ തുടങ്ങിയവരുടെ വാർഡായ കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളത്ത് കഴിഞ്ഞ തവണ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഡിവിഷൻ തിരിച്ചുപിടിക്കാനായി UDF മത്സരത്തിന് ഇറക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബുവിനെയാണ്. ഫാഷൻ ഡിസൈനറും വ്യവസായ സംരംഭകനുമായ ഷിബു ഡിവിഷൻ തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബു ആണ്. ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? നിലവിൽ കൈവിട്ടുപോയ ഒരു വാർഡാണ് ഇത്. അതെ, നിലവിൽ 3ാം സ്ഥാനത്തുള്ള വാർഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പ്രാവശ്യം അത് 1ാം സ്ഥാനത്തായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ. അവസാന ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് മോർ കോൺഫിഡൻസ് ആണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഒരു മാറ്റം വേണമെന്ന്. കണ്ട് പഴകിച്ച തുരുമ്പിച്ച അധ്യായങ്ങൾക്കൊരു മാറ്റം വന്നുകൊണ്ട് ഒരു പുതുതലമുറയിൽപ്പെട്ട ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ എന്നാണ് മൊത്തത്തിൽ എല്ലാവരുടെയും ചിന്താഗതി. അത് ഈ വാർഡിലുമുണ്ട്. ഈ വാർഡ് വിഭജനം അല്ലെ, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഗ്രസ് അനുകൂലമായി എത്തിയെന്നൊരു കണക്കൂട്ടുണ്ടോ? 100%. അതായത് 3000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു ഇത്. ആ സമയത്താണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും 3000 വോട്ടും കൂടി ആഡ് ചെയ്ത് ഏകദേശം 6000 വോട്ടോളം ഉണ്ട്. 6000 വോട്ട് എന്ന് പറഞ്ഞാൽ 3000 വോട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന് സ്വാധീനമുള്ള ഏറ്റവും നല്ല മേഖലകളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് തന്നെ 100% വിജയസാധ്യത കൂടുതലാണ്. ഇപ്പോൾ മുരളിയേട്ടന്റെ K മുരളീധരന്റെ വീട് നിൽക്കുന്ന ഭാഗം, അതേപോലെ തന്നെ MK മുനീർ സാഹിബിന്റെ വീട് നിൽക്കുന്ന ഭാഗം, അത്തരം ഭാഗങ്ങളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തത്. അത് തന്നെയാണ് നമ്മുടെ കൂടുതൽ കോൺഫിഡൻസിന് കാരണം. അതായത് കോഴിക്കോട് ഒരു VIP വാർഡാണ് ചുരുക്കം പറഞ്ഞത്. 100%. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കണ്ട ചെറുപ്പക്കാർ വളരെ കുറവാണ്. പക്ഷേ പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ കാണുന്ന ഒരു അപ്പർ ക്ലാസ് ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ആളുകളെ, പ്രായമുള്ള ആളുകളെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും. അത്തരം ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത്. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കാനും വിദ്യാഭ്യാസമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും ഇവർ തയ്യാറാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൊഫഷണലി നിങ്ങൾ രാഷ്ട്രീയക്കാരനപ്പുറം ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ റാമ്പ് വാക്ക് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾ കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയൊരു എക്സ്പീരിയൻസും ആ ജോലിയും ഇതൊക്കെ ആയിട്ടുള്ളൊരു നടപ്പാണ് രണ്ടിലും അല്ലേ? അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ KSUയിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അതിന്റെ ഭാഗമായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗമായി ജോലി എന്നുള്ള രീതിയിലാണ് ഫാഷൻ എന്ന് പറയുന്ന പ്രൊഫഷനെ തുടങ്ങിയത്. അത് സത്യത്തിൽ എനിക്ക് ഗുണം ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ലാന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ പറ്റും. വരുമാന മാർഗമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ അഴിമതി നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് 100% അതും ഗുണം ചെയ്യുന്നുണ്ട്.
ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന്. അതെ, ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. ഞാൻ ആ പ്രൊഫഷനിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നത്. എനിക്കൊരു ഓഫീസുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ പൊതുസേവനം മാത്രമാണ്, വരുമാനത്തിലുള്ള മാർഗമല്ല. ബാക്കിയുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള ആളുകൾക്ക് വരുമാന മാർഗം കൂടി പൊതുപ്രവർത്തനമാകുമ്പോഴാണ് എന്ത് വരുന്നത്, അഴിമതിയും എന്താ പറയുക, അവിടുന്ന് എന്തെങ്കിലും 10 രൂപ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പണ്ടൊക്കെ ഏതോ ഒരു വാർഡിലുള്ള കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പണം എടുത്തുകൊണ്ട് വീടിൻ്റെ ടെറസ് നിർമ്മിച്ചതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ചില കൗൺസിലർമാർ. അത്തരം കഥകൾ കേൾക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത ആളാണ് ഞാൻ സ്വന്തം ജോലി ചെയ്യുന്നതിനെ കൊണ്ട്. ഈ പുറത്ത് ഒരുപാട് പ്രചാരണങ്ങളും വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൾസ് എങ്ങനെയാണ്? ഇതൊന്നും ഇല്ലാതെ ഈ വാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, അതോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരാറുണ്ടോ? എനിക്ക് ഇന്ന് വരെ ഒരു വീട്ടിൽ പോലും എന്താണെന്നല്ല, പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൃത്യമായി നോളേജ് ഉണ്ട് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്. ഇവിടെ ഇത് പ്രത്യേകിച്ച് വിശ്വാസികൾ മാത്രമുള്ള 2-3 അമ്പലങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ പറയുന്ന ഈ വാർഡ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണ കള്ളത്തരാണ്. അതായത് ശബരിമലയിലെ സ്വർണം കെട്ട ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ ജനവികാരമുണ്ട്. പിന്നെ 45 വർഷമായി ഒരേ ആളുകളെ കണ്ട് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ലാത്ത നാടിനെ പറ്റിയിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവരിലേക്ക് വേറെ എന്തൊക്കെ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവർ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓരോ വാർഡുകളിൽ ചെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളും വാർത്ത വായിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കും നോളേജ് ഉണ്ട്, ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. മറ്റുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ എന്തെയില്ല, എന്തെങ്കിലും വാർത്ത കാണുമ്പോൾ അത് തൊടാകെ വിഴുങ്ങുന്ന ആളുകളാണ്. ഞങ്ങൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ വരുന്നതെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. അല്ല, രാഹുലിൻ്റെ ആരും ചോദിച്ചിട്ടില്ല. 100% ഒരാളും ഇന്നുവരെ ചർച്ചയില്ല. അതൊന്നും ആരും ചർച്ച കൂടി ചെയ്യുന്നില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെയ്യുന്ന മോനെ നിന്നെപ്പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ വരട്ടെ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ടും അടുത്ത് ഈ ആളുകളെ പുതിയ തലമുറ വരട്ടെ, ഇതാണ് ആളുകൾ പറയുന്നത്. അല്ലാത്ത വേറൊരാളല്ല ഒരു മാറ്റം വേണ്ടേ എന്ന് ഒരു റെസീറ്റ് വാങ്ങിയിട്ട് ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഭ്യർത്ഥന വാങ്ങി അമ്മമാരായിട്ടുള്ള ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു മാറ്റം വേണം, കുറേ ആയില്ലേ ഇത് എന്നുള്ള ചോദ്യം, അതന്നെ വലിയ പോസിറ്റീവാണ്. എന്തായാലും അതാണ് ഈ 3ാം സ്ഥാനത്തുള്ള ഡിവിഷനാണ്. അവിടെ നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. VIP വോട്ടർമാർ ഒരുപാടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ്. കൃത്യമായ വിജയം, തകർപ്പൻ വിജയം കരസ്ഥമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരുമുള്ളത്. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. സുരേഷ് ഗോപി പിച്ചും പേയും പറയുന്ന അവസ്ഥയിലാണെന്നും നിരന്തരമായി പൊതുപ്രവർത്തകരെയും ജനങ്ങളെയും ആക്ഷേപിക്കുകയാണെന്നും ശിവൻകുട്ടി വിമർശിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ഊളകൾ എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി മാന്യതയുണ്ടെങ്കിൽ ആ വാക്ക് പിൻവലിക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. എല്ലാത്തിനോടും ഒരു പുച്ഛം, ആരെയും പുച്ഛത്തോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. ഈ ഒരു നിലപാട് ഈ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തുകയാണ്. ദയവ് ചെയ്ത് ഇതിന് മറുപടി പറയുമ്പോൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങ് പറയുന്ന ഭാഷയിൽ തന്നെ തിരിച്ചും പറയേണ്ടി വരുന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക. പാലക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ ഒറ്റപ്പാലം കോതകുറുശ്ശിയിൽ നിന്ന് കണ്ടെത്തി. കോഴിക്കോട് മിംസ് ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അലിയെയാണ് കണ്ടെത്തിയത്. തൃത്താലയ്ക്കടുത്ത് തിരുമുറ്റക്കോട് നിന്ന് ഇന്നലെയാണ് മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. പരിക്കുള്ളതിനാൽ മുഹമ്മദ് അലിയെ വാണിയംകുളം PK ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധി ദിവസമായി ഇന്ന് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. ഉച്ചയ്ക്ക് 1 മണിവരെ 42,957 പേരാണ് മല കയറി. ഞായറാഴ്ച ദിനമായി ഇന്ന് അനവധി ഭക്തരെ ശബരിമലയിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നത്തെ ദിനം കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 42,000-ലധികം ഭക്തജനങ്ങൾ മാത്രമാണ് 18-ാം പടി കയറി അയ്യനെ തൊഴുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള മലയാളി അയ്യപ്പന്മാരുടെ തിരക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് കൂടുതലായും കഴിഞ്ഞ ദിവസവും ഇന്നും ശബരിമലയിലേക്ക് എത്തുന്നത്. തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് സേനയും ഒപ്പം തന്നെ മറ്റ് ജീവനക്കാർക്കടക്കം ആശ്വാസത്തിൻ്റെ ഒരു ദിനം കൂടിയാണിന്ന്. കാലാവസ്ഥ അനുകൂലവും കൂടിയാണ്. അതായത് ഇന്ന് തണുപ്പ് മാറി നിന്ന് കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ
സാധാരണ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കും പോലീസിനും ഒപ്പം മറ്റ് സേനാ വിഭാഗങ്ങൾക്കും സുഗമമായി ഭക്തരെ ശബരിമലയിലേക്ക് എത്തിക്കാനും അവർക്ക് ദർശനമടക്കം കൃത്യമായി ഒരുക്കാനുള്ള ഒരു സാഹചര്യം കാലാവസ്ഥയുടെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തോടുകൂടിയും കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തിരക്ക് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ശബരിമലയിലേക്ക് എത്തിയ ഭക്തജനങ്ങൾക്ക് അയ്യപ്പനെ സുഗമമായി തൊഴാനും വഴിപാടുകളും മറ്റും വളരെ സുഖകരമായി നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തിൽ നിന്നും ക്യാമറമാൻ KP ദിനേശിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടം ഗോത്രസംഘം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്ര പ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് നൽകി. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഇരുകാലുകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എല്ലാ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. ന്യൂസ് 18 സന്നിധാനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തിരുപുറത്ത് പ്രചാരണ വാഹനം നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി മോഹൻദാസിന്റെ പ്രചാരണ വാഹനമാണ് മറിഞ്ഞത്. അരുൺ മോഹൻ ചേരുകയാണ്. അരുണ്, അപകടം നിയന്ത്രണം വിട്ടാണെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രഞ്ജിത്ത്, കുറച്ചു നേരത്തെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്ന ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രചണ്ഡ വാഹനങ്ങൾ റോഡിൽ ധാരാളമുള്ള ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ഈ പറയുന്ന നെയ്യാറ്റിൻകര തിരുപുറത്ത് ഉണ്ടായിരുന്ന CPI സ്ഥാനാർത്ഥി മോഹൻദാസിന്റെ പ്രചണ്ഡ വാഹനമാണ് ഈ പറയുന്ന തിരുപുറത്തുള്ള കുളത്തിലേക്ക് മറിഞ്ഞത്. ആ സമയം സംഭവ സമയം ഉണ്ടായിരുന്ന ഡ്രൈവർ മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കുളത്തിലേക്ക് വാഹനം പതിച്ചപ്പോൾ ഡ്രൈവർ ചാടിയത് കൂടുതൽ അപകടത്തിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ വാഹനം പൂർണ്ണമായും കുളത്തിലാണ്. അത് പുറത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാർ ചേർന്ന് നടത്തി വരുന്നുണ്ട്. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.